ഹോളിലെ മാറാലയൊക്കെ തട്ടിയതിന് ശേഷം ഞാനിത് നമ്മുടെ മുകളിലേക്ക് കയറി. ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെറിയ പല്ലിക്കാട്ടങ്ങൾ ഉണ്ടാവുന്നു, അതൊക്കെ അതേ ഫുള്ള് തട്ടിയെടുത്തു. പിന്നെ തേജുവിൻ്റെ കളിപ്പാട്ടങ്ങളാണ് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അവിടെ നിന്നൊക്കെ ഒന്ന് തട്ടിപ്പൊടിയൊക്കെ എടുത്തു. പിന്നെ എന്നിട്ടേ നമുക്കിവിടെ ഹാളടിച്ചൊരിട്ട് കാര്യമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കോണിയൊക്കെ അടിക്കുമ്പോൾ വീണ്ടും പൊടി ചാടും. പിന്നെ തേജപ്പൻ്റെ വണ്ടി നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചു. അതിനിടയ്ക്ക് ഇതേ ചേട്ടനും എന്തോ ക്ലീനിങ്ങിൻ്റെ ബാധ കയറി തോന്നുന്നു. അപ്പോൾ പിന്നെ എനിക്കും വാശിയായി, ഞാനും ചടപ്പെടുന്ന തന്നെ അതേ റൂമിലേക്കൊക്കെ കയറി. റൂമിലെ മാറാലയൊക്കെ അതേ കുരങ്ങന്മാരെ പോലെ ചാടി നടന്ന് ഞാനൊക്കെ തട്ടുന്നുണ്ട്. ഈ റൂമൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ വലിയ ചളിയ കാര്യങ്ങളൊന്നും പൊടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ മാറാല അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. കട്ടിലിൻ്റെ അടിയിലും അതേ പൊടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ പെട്ടി എന്തിനാ ചേട്ടൻ എടുത്ത് വെച്ചേക്കണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് ഞാൻ അതേപോലെ അവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊരു സൗണ്ട് കേട്ട് ഞാൻ ഉമ്മർത്ത് ചെന്ന് നോക്കുമ്പോഴേ കാണുന്ന കാഴ്ച അതിശയമായിരുന്നു എനിക്ക് കേട്ടോ. ഭൂമി കുലുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചെന്നത്. ഈ ഷീറ്റിന്റെ മുകളിൽ എന്തൊക്കെയോ വെട്ടി നുറുക്കി ഇടുന്നുണ്ട്. ഇതെന്ത് പറ്റിയാണ് ആ കുട്ടിക്ക് പദവില്ലാണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ അതേ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റാട്ടോ. ബെഡ്ഷീറ്റ് മാറ്റിയതിന് ശേഷം നമ്മുടെ റൂം എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. ബാക്കി ക്ലീനിങ് നെക്സ്റ്റ് പാർട്ടായിട്ട് വരാവേ. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.